പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS +2 ഹ്യൂമാനിറ്റീസിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പേപ്പറായ ഹിസ്റ്ററി, NS +2 ഹിസ്റ്ററി കോഡ് നമ്പർ 315 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ്ഡ് ആണ്. 2024 ഒക്ടോബർ നടന്ന എക്സാമിന്റെ 3 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലാണ് ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത്. 2 ഒക്ടോബറിലും ഇനി വരാൻ പോകുന്നത് 3ാമത്തെ എക്സാമുമാണ് 2025 ഏപ്രിലിൽ. അപ്പോൾ ഏപ്രിലിൽ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഡേറ്റ് ഷീറ്റ് ഏകദേശം വന്നിട്ടുണ്ട്. ഏത് ദിവസമാണ് ഞങ്ങൾക്ക് ഹിസ്റ്ററി എന്നറിയാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലാണ്. നമ്മുടെ മൊത്തം ചാപ്റ്റേഴ്സിന്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാം പഠിച്ചാൽ മതി. ആ ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളത് നമ്മുടെ സിലബസിന്റെ അപ്ഡേഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, സൈറ്റിൽ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലാണ്. ഫസ്റ്റ് സെക്ഷൻ എയിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. പിന്നെ നമുക്ക് 2 മാർക്കിന്റെ 3 മാർക്ക്, ലാസ്റ്റ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 5 മാർക്കിന്റെ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ 3 മാർക്കിന്റെ ആണ്. 3 മാർക്കിന്റെ ഏകദേശം ഒരു പേപ്പറിന്റെ പകുതി ഭാഗങ്ങളിലും 50% ഭാഗങ്ങളെങ്കിലും, ഒരു സൈഡിന്റെ 50% ഭാഗങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എഴുതിയ ബോർഡിൽ എഴുതിയ ക്വസ്റ്റ്യൻസ് 42ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് കഴിഞ്ഞ ഈ ഒക്ടോബറിൽ വന്ന ക്വസ്റ്റ്യൻസിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലായിരിക്കും. നമ്മൾ മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. ആൻസർ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസിന് അർത്ഥം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ബോർഡിൽ എഴുതി അർത്ഥം പറയുന്നത്. ഇതേ രീതി തന്നെയാണ് നമ്മുടെ ഗൈഡിലും അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ വിഷയത്തിന്റെയും മലയാളത്തിലെ ഗൈഡ് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അർത്ഥം മനസ്സിലാവും. അതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, 42ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മറാത്ത അഡ്മിനിസ്ട്രേഷൻ. മറാത്ത ഭരണത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇത് നമുക്ക് 12ാമത്തെ ചാപ്റ്ററിൽ കാണാം, ടെക്സ്റ്റ് ബുക്കിൽ. ഗൈഡിലും കാണാം. ഗൈഡിൽ നമുക്ക് 12ാമത്തെ ചാപ്റ്ററിൽ 9ാമത്തെ ക്വസ്റ്റ്യൻസ്, ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ കഴിയും. മറാത്ത സമ്പ്രദായത്തിന്റെ സവിശേഷത കണ്ടിട്ട് 17ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഉദയം ചെയ്ത ഒരു സുപ്രധാനമായ ശക്തിയാണ് മറാത്തകൾ. മുഗളന്മാരുടെയും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ഭരണ സംവിധാനം മറാത്തകളെ സ്വാധീനിച്ചു. അതിലൊന്ന് കേന്ദ്ര ഭരണ, രാജാവായിരുന്നു ഭരണത്തിന്റെ കേന്ദ്ര ബിന്ദു. ഭരണ സംവിധാനം അഷ്ടപ്രധാൻ എന്ന പേര് 8 ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങുന്നതാണ്. പേഷ്യ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, സാമ്പത്തിക ആഭ്യന്തരമായ ചുമതല. 2ാമത്തെ സർ ഇ നൗബത്, സേനാ നായകർ. 3ാമത്തെ മജൂംദാർ, കണക്കു സംബന്ധമായ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ. 4 വഗായി നേവീസ്, പോസ്റ്റ് ഭവനങ്ങൾ, ഇതിന്റെ ചുമതല. 5 ദാബിർ, വിദേശകാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. 7 ന്യായാധീശ്, നീതി സംബന്ധമായ കാര്യങ്ങൾ. 8 പണ്ഡിത് റാവു, പൗരോഹിത്യപരമായ ഘടനകൾ. പിന്നെ പ്രാദേശികപരമായുള്ള ഭരണമാണ്. പ്രവിശ്യ ഭരണവും മുഗൾ രീതിയിലുള്ള ഭരണമായിരുന്നു. ഓരോ പ്രവിശ്യവും സുബേദർമാരുടെ കീഴിലായത്. ഭരണ ചുമതല പല വകുപ്പുകളായി ചുമതലപ്പെടും. ഇങ്ങനെ 3 മാർക്കാകുമ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 43ാമത്തെ എക്സ്പ്ലെയിൻ വൈ അക്ബർ സോട്ട് അലയൻസ് വിത്ത് രാജപുട്ട് കിങ്. രാജപുട്ട് രാജവംശവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിലാണ് അക്ബറിന്റെ കീഴിലുള്ള സന്ധികൾ, അക്ബർ എങ്ങനെയാണ് സന്ധികൾ ഉണ്ടാക്കിയിട്ടുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇത് നമുക്ക് 10ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. 10ാമത്തെ ചാപ്റ്ററിൽ ഏകദേശം 12ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അക്ബറിന്റെ ഭരണകാലത്ത് മീവാർ മാത്രമായിരുന്നു മുഗൾ ഭരണത്തിന് കീഴിൽ വരാത്ത ഏക പ്രദേശം. മീവാറിനെ കൈയടക്കാനായി ജഹാംഗീർ ഒരു ആക്രമണ നയം തന്നെ സ്വീകരിച്ചു. നീണ്ട ഏറ്റുമുട്ടലുകൾക്ക് ശേഷം റാണ അമർ സിംഗ് മുഗൾ മേൽക്കോയ്മ അംഗീകരിക്കാൻ തയ്യാറായി. ബാർവാറിൽ നിന്ന് പിടിച്ചെടുത്ത ചിറ്റൂർ കോട്ട ഉൾപ്പെടെയുള്ള അതിർത്തികൾ അമർ സിംഗിന് തിരികെ കൊടുത്തു. ജഹാംഗീറിന്റെയും ഷാജഹാന്റെ കാലത്ത് രജപുത്രനും മുഗളന്മാരും തമ്മിൽ സൗഹൃദമായ ബന്ധം നിലനിന്നിരുന്നു. ഔറംഗസീബിന്റെ കാലത്ത് ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ധം വഷളായി. മാർവാറിന്റെ കിരീടാവകാശത്തെ ചൊല്ലിയുള്ളതായിരുന്നു
പ്രധാന പ്രശ്നം. പിന്തുടർച്ചാവകാശ പ്രശ്നത്തിൽ ഔറംഗസീബിന്റെ ഇടപെടലും മറ്റ് രജപുത്രരുടെ ശത്രുതയ്ക്ക് വഴിവെച്ചു. അതുപോലെ അദ്ദേഹം ജോധ്പൂർ കൈയടക്കുകയും മുഗൾ രാജപുത്ര ശത്രുത വർദ്ധിപ്പിക്കുകയും രജപുത്ര മുഗൾ ഭരണത്തിൽ നിന്ന് വിട്ടുമാറുകയും ചെയ്തു എന്നാണ്. ഇനി 44ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിന്റെ പങ്ക് എന്ത്? സോഷ്യൽ റിഫോം, സാമൂഹ്യപരമായിട്ടുള്ള പല പ്രസ്ഥാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് 19ാം നൂറ്റാണ്ടിൽ. അപ്പൊ 19ാം നൂറ്റാണ്ടിൽ രാജാറാം മോഹൻ റോയ് സാമൂഹികപരമായിട്ട് പല റിഫോംസുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് വരുന്നത് സതി നിരോധനാണ് വരുന്നത് രാജാമോഹൻ റോയുടെ 19ാം നൂറ്റാണ്ടിൽ. ചൈൽഡ് മാരേജ്, കുട്ടികളെ 18 വയസ്സിന് പ്രായപൂർത്തിയാകുന്ന ആളുകളെ 18 വയസ്സ് മുമ്പ് വിവാഹം ചെയ്യുന്ന രീതി ഒഴിവാക്കുക. കാസ്റ്റ് സിസ്റ്റം അബോളിഷ് ചെയ്യുക, ജാതി വ്യവസ്ഥ അബോളിഷ് ചെയ്യുക. പ്രൊമോട്ട് വുമൺ റൈറ്റ്സ്, സ്ത്രീകളുടെ അവകാശം, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെ. അതിന് വേണ്ടിയിട്ട് ബ്രഹ്മസമാജ് രാജാ റാം മോഹൻ റോയ് സ്ഥാപിച്ചു. ഫൗണ്ട് ആത്മീയ സഭയാണ് 1814 കൊൽക്കട്ടയിൽ സ്ഥാപിച്ചു. ഫൗണ്ട് കൽക്കട്ട യൂണിറ്ററി അസോസിയേഷൻ. ഇങ്ങനെയുള്ളൊക്കെ മോഹൻ റോയിന്റെ കീഴിൽ സ്ഥാപിച്ചതാണ് സോഷ്യൽ റിഫോംസ് എന്ന രീതിയിൽ. ഇനി ഇത് അറിയാത്തവരാണെങ്കിൽ എക്സ്പ്ലെയിൻ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ കോൺ ഹ്യൂമൻ എഡ്യൂക്കേഷൻ ആണ്. 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്തെല്ലാം സംഭാവനകൾ നൽകി എന്നതാണ്. അതിന്റെ ആൻസർ, ബംഗാളിൽ അദ്ദേഹം ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകനായിട്ടാണ് അദ്ദേഹം വന്നത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിച്ചു. ബേത്തൂൻ സ്കൂൾ എന്നാണ് പറയുന്നത്. 35 ഗേൾസ് സ്കൂൾ ബംഗാളിൽ അദ്ദേഹം സ്ഥാപിച്ചു. പിന്നെ അഡ്വക്സി ആൻഡ് ആക്ടിവിസം എന്നാണ് വുമൻസിന്റെ, സ്ത്രീകളുടെ റൈറ്റ്സ്, എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സോഷ്യൽ റിഫോംസുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ. അതേപോലെ ഫണ്ട് ഫോർ വുമൺ എഡ്യൂക്കേഷൻ ആണ്. അദ്ദേഹം നരിക് ശിക്ഷ ഭണ്ഡാരി എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പല ഫണ്ടുകൾ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിഡോ റീമാരേജ്, വിധവകൾക്ക് വീണ്ടും വിവാഹം ചെയ്യുക. സോഷ്യൽ റിഫോംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ, സാഹിത്യ ഗ്രന്ഥങ്ങളൊക്കെ അതിലുള്ള ജേർണലിസ്റ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷന് ആര് കഴിഞ്ഞുണ്ട്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഇനി 45ാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ഹൗ ദി അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് വാസ് ഗാന്ധി. ഗാന്ധിജി എങ്ങനെയാണ് അഹമ്മദാബാദ് മില്ല് സമരം നിർത്തിവെച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വിവരിക്കാനാണ് പറഞ്ഞത്. 1918 ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ആ സമയത്ത് തൊഴിലാളികളുടെയും അതേപോലെ തന്നെ മില്ലുടമകളുടെയും ഇടയിൽ വന്ന പ്രശ്നമാണ്. മില്ലുടമകൾ കൂടുതൽ സമയം തൊഴിലാളികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അവർക്ക് കുറഞ്ഞ വേതനം കൊടുക്കുക, അവരോട് മോശമായി പെരുമാറുക, അവരെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ സ്ഥിതിയിലാണ് ഗാന്ധിജി ഇടപെട്ടത്. ഇവിടെ ഗാന്ധിജി തൊഴിലാളികളുടെയും മില്ലുടമകളുടെ ഇടയിൽ ഒരു മീഡിയേറ്റർ, ഒരു മധ്യസ്ഥനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പട്ടിണി കടന്നിട്ട് പല സമരങ്ങളും അദ്ദേഹം നടന്നിട്ടുണ്ട്. അതിലൂടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ തുടങ്ങി. 35% വേജ് തൊഴിലാളികൾക്ക് കൂട്ടി എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇത് അറിയാത്തവരാണ്, എക്സ്പ്ലെയിൻ ദി മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാന്ധി. നോൺ കോഓപ്പറേഷൻ, നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ തത്വങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് പറയുന്നത്. ഇത് 21ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. നമ്മുടെ ഗൈഡിലാണെങ്കിൽ അത് ഏകദേശം 176ാമത്തെ പേജിൽ പറയുന്നുണ്ട്. 1920 സെപ്റ്റംബറിൽ കൽക്കത്തയിൽ ചേർന്ന കോൺഗ്രസിന്റെ ഒരു പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. 1920 നാഗ്പൂർ ചേർന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ നിസ്സഹകരണ പരിപാടിക്ക് അംഗീകാരം നൽകി. ഗവൺമെന്റിനോടും അതിന്റെ പരിപാടികളോടും സഹകരിക്കാതിരിക്കുക എന്ന രീതി, ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, സ്വരാജ്യം നേടുക എന്നിവയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സുപ്രധാനപരമായ ലക്ഷ്യങ്ങൾ. സ്വദേശി പ്രചരണം, ഐക്യാചാരണം, ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തൽ, മദ്യനിരോധനം, ചർക്ക, ഖാദി എന്നിവയുടെ പ്രചരണം എന്നിവയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ക്രിയാത്മകമായ പരിപാടി. നിസ്സഹകരണ പ്രസ്ഥാനം വിജയിപ്പിക്കാൻ ഒരു വോളണ്ടിയർ സേന രൂപീകരിച്ചു. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ സമരാനുകൂലികളിൽ ആക്രമിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഫെബ്രുവരി 11 ഗാന്ധിജി ഇത് നിർത്തിവെച്ചത്. ഇനി ലാസ്റ്റ് റൂൾ ഓഫ് ലീഗ് ഓഫ് നേഷൻസ് ആണ്. മെയിൻ വേൾഡ് വാർ പീസ് ഇൻ ദി ഇന്റർ വേൾഡ് വാർ. 1ാം ലോക മഹായുദ്ധശേഷം ഉപയോഗിച്ച് ലീഗ് ഓഫ് നേഷന്റെ പ്രധാനപ്പെട്ട പങ്ക് എന്തൊക്കെയാണുള്ളതാണ്. ഇപ്പൊ
ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിച്ച ഒരു ഉടമ്പടിയാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് യുദ്ധം തടയുക, ഇനി ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടാകരുത്, അന്താരാഷ്ട്ര സഹകരണവും അത് സമാധാനമൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കളക്റ്റീവായിട്ട് സെക്യൂരിറ്റി, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ അത് മറ്റൊരു വ്യക്തിയെ ബാധിക്കാത്ത രീതിയിൽ അവിടെ സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡിസാർമെന്റ്മെന്റ്, തർക്കങ്ങൾ പരിഹരിക്കുക, ഗ്ലോബൽ വെൽഫെയർ, ആഗോളതലത്തിലുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസ് ഒക്കെ രൂപീകരിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഇതോടെ കഴിഞ്ഞ് ഇന്നുമായി ബന്ധപ്പെട്ടതിൽ സംശയം ചോദിക്കുക. ഇനി തുടർന്നുള്ള വീഡിയോയിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവതരിപ്പിക്കണം. എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവതരിപ്പിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാ വിഷയത്തിന്റെ മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എവിടെ ഇരുന്നാലും, ഗൾഫിലിരുന്നാലും നാട്ടിലിരുന്നാലും ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഇനി ആരെങ്കിലും വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് SSLC +2 എഴുതണമെങ്കിൽ നമുക്ക് ഇക്വലൻസി കിട്ടുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റുള്ള ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.